ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ മരത്തിന്റെയും മാവിന്റെയും ഒക്കെ മണ്ടയ്ക്ക് കയറിയിട്ട് കണിക്കൊന്നയൊക്കെ പിച്ചിക്കൊണ്ട് വരുന്ന വരവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കണിക്കൊന്ന ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ മരത്തിൽ കയറി. എന്റെ ഈ മുഖത്തിലെ സന്തോഷം കണിക്കൊന്ന മാത്രം കിട്ടിയതുകൊണ്ടല്ല, അവിടുത്തെ നമുക്ക് ഉണ്ണിയപ്പം കൊടുത്തത്. അതിന്റെ ഒരു സന്തോഷം തുള്ളിച്ചാടലാണ് ഈ കാണുന്നത്. ഇത്രയും കിട്ടി. ഉണ്ണിയപ്പം കിട്ടി കണിക്കൊന്ന വെച്ചാൽ പോയി ഉണ്ണിയപ്പം കിട്ടി. അങ്ങനെ കണിക്കൊന്നയൊക്കെ പിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ സെറ്റാക്കി നാളെ കാണാനുള്ള എല്ലാം സെറ്റാക്കി. ഈ പ്രാവശ്യം നമ്മൾ വാഴയിലൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനൊക്കെ സെറ്റാക്കിയാണ് കൃഷ്ണനെ കണി കാണാൻ വെച്ചിരുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ സൂപ്പറായിരുന്നു. ഈ വർഷം നമ്മള് നല്ലൊരു കണിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ എണീറ്റ് നമുക്കിനിയും കണി കാണാൻ വേണ്ടി വെളുപ്പിനെ എണീക്കണം. അതിനുശേഷം അമ്പലത്തിലൊക്കെ പോകണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മള് വെളുപ്പിനെയൊക്കെ എണീറ്റ് കണിയൊക്കെ കണ്ട് ഇനിയിപ്പം കുളിച്ചിട്ട് ഇനി അമ്പലത്തിൽ പോകാൻ റെഡി ആവാണ്. ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പത്തും ആരോഗ്യമൊക്കെയുള്ള ഒരു വർഷമായിരിക്കട്ടെ ഇത്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ അപ്പം അമ്പലത്തിൽ പോയിട്ട് വരാം. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയായിരുന്നോ? ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ റെഡി ആവാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പം റെഡി ആയിട്ട് വന്നിട്ട് കാണാം. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അമ്പലത്തിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി നിൽക്കുന്നത്. ഇത് റെഡി ആയി കഴിഞ്ഞപ്പോ പിന്നെ കണ്ണാടി കണ്ടപ്പം ഭയങ്കര സുന്ദരിയാണെന്നൊരു തോന്നലാണല്ലോ നമുക്കെല്ലാവർക്കും ഉള്ളത്. പിന്നെ അതിന്റെ മുന്നിൽ കിടന്ന് കുറച്ച് കോപ്രായം കാണിച്ച് പിന്നെ കറക്കമായി, ചാട്ടമായി, തുള്ളലായി, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു ഇത്. അപ്പം ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല ഞാൻ. കാരണം എനിക്ക് അമ്പലത്തിൽ പോയി എനിക്ക് സമാധാനത്തെ എല്ലാ വിഷമങ്ങളും അദ്ദേഹത്തിനോട് പറയണം. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകരുതെന്ന് കരുതിട്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. കാരണം വിഷു അല്ലേ, അപ്പൊ നമുക്ക് സദ്യ വെച്ചിട്ട് ഒരു വിഷു ഇല്ലല്ലോ. അപ്പം നമ്മള് കയറി ഫുഡൊക്കെ കഴിക്കാൻ കയറി. സദ്യയാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആരോഗ്യവും ഐശ്വര്യവും ഒക്കെയുള്ളൊരു വർഷമാകട്ടെ ഈ വർഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, ബൈ.